ഹലോ, ഇന്ന് ഞാൻ മധുര സേവയുടെ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ അരിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഉപ്പും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായി കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ കുഴച്ചെടുക്കാം. ഇത് കുറച്ചായി വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഞാനിത് കുഴച്ചെടുത്ത ശേഷം കാണാം. അങ്ങനെ ഈ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇത് പൊടിച്ചെടുക്കാം. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഇടിയപ്പത്തിൻ്റെ ചിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ ഇതിലേക്ക് ആക്കി കൊടുക്കാം. എല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ആദ്യ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഒരു ഭാഗമായാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. കുറച്ചും കൂടി ആകാനുണ്ട്. അങ്ങനെ ഇതെല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൈകൊണ്ട് ചെറുതായിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം. അധികം ചെറുതാക്കണ്ട. ഇതേപോലെ എല്ലാം ആക്കി കൊടുക്കാം. ഇനി ഇതിനു വേണ്ടി കുറച്ച് പഞ്ചസാര പാനി ഉണ്ടാക്കണം. അതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്കായും ഇട്ട് കൊടുക്കാം. ഇനി ഇത് പാനിയാകുന്നത് വരെ നമുക്ക് നിൽക്കാം. ഇതിങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇത് കുറച്ച് കുറുകി വരണം. അതാണ് അതിൻ്റെ പരുവം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രൈ ചെയ്ത ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇതെല്ലാ സ്ഥലത്തും ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് പൊടിച്ച പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ഇതേപോലെ എല്ലാ സ്ഥലത്തും ആക്കി കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കണം. ഇങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുര സേവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യണം. താങ്ക് യു.